ആഹ് അപ്പൊ ഇന്നത്തെ ശ്ലോകം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ശ്ലോകങ്ങൾ ആഹ് ശ്ലോകം 22, ശ്ലോകം 23, ശ്ലോകം 24, കർമ്മയോഗ എന്ന 3-ാം ചാപ്റ്ററിലെ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന ബുക്കിൽ നിന്നാണ് ഈ 3 ശ്ലോകങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോ ഒരു നമ്മൾക്കൊരു വർക്ക് വരികയാണ്. ആ വർക്ക് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ രീതി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യണല്ലോ. അപ്പൊ ഈ വർക്ക് വരാനുള്ള കാരണങ്ങളും പലതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പൈസ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പൊ നമ്മള് ഞാൻ പൈസ വാങ്ങിച്ചു പോയല്ലോ, ഇനി വർക്ക് ചെയ്തല്ലേ പറ്റൂ. അയ്യോ, ഈ വർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ വരുമല്ലോ. ആ ഒരു മൈൻഡ് സെറ്റിൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പൊ ആ വർക്കിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടുപിടിച്ചേക്കാം. ആ ഒരു പ്രഷറിൽ നിങ്ങൾ കണ്ടുപിടിച്ചേക്കാം. പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കുന്ന സൊല്യൂഷനെ കാട്ടിലും കുറച്ചുകൂടെ മികച്ച രീതിയിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അറിയോ? അതായത്, ഒരു വർക്ക് വരുന്ന സമയത്ത് ആ വർക്ക് ഈ പ്രപഞ്ചം നമ്മൾക്ക് തന്നൊരു ഒരു ജോലിയായി ആദ്യം കാണണം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളുടെ സൃഷ്ടാവാണ്, അല്ലെങ്കിൽ കൃഷ്ണനാണ്, അല്ലെങ്കിൽ വിഷ്ണുവാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണത്. ആ പ്രപഞ്ചം നമ്മൾക്കൊരു ജോലി തരികയാണെങ്കിൽ അതെന്തായാലും നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനും അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുമായിരിക്കും പ്രപഞ്ചം നമുക്ക് ആ ജോലി തന്നിട്ടുണ്ടാവുക. അങ്ങനെ പഠിച്ച് കിട്ടുന്ന ആ ജ്ഞാനം കൊണ്ടായിരിക്കും നമ്മൾക്ക് സമൃദ്ധി വരുന്നുണ്ടാവുക. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ സമൃദ്ധി വരിക. സമൃദ്ധി വരണമെങ്കിൽ നമുക്ക് പുതിയ ജ്ഞാനം വേണം. പുതിയ ജ്ഞാനം വേണമെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് സമൃദ്ധി വരുള്ളൂ. അപ്പൊ സമൃദ്ധി വരാനായിട്ട് നമ്മളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം നമ്മൾക്ക് ഒരു അവസരം തരികയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാവുകയും നമ്മൾ സന്തോഷത്തോടു കൂടി ആ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മളുടെ സമൃദ്ധി എല്ലാം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളിലോട്ട് വരും. അവർക്കും ജോലി വേണം, അവർക്കും കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രപഞ്ചം എന്ത് ചെയ്യും? നമ്മൾ ചെയ്ത കർമ്മത്തിനെക്കാളും വലിയ കർമ്മം തരും. കുറച്ചുകൂടെ വലിയ 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 കർമ്മങ്ങൾ നമുക്ക് തരും ചെയ്യാനായിട്ട്. അങ്ങനെ അപ്പോഴേ വലിയ നോളേജും കൂടുതൽ സമൃദ്ധിയും വരുള്ളൂ. അപ്പൊ അതിനായി പ്രപഞ്ചം വലിയ ജോലി തരുമ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മളുടെ താഴെ ആൾക്കാർ വരും. അങ്ങനെ ആൾക്കാർ വരുമ്പോൾ അവരോടും നമ്മൾ എങ്ങനെയാണോ നമുക്ക് മുന്നേ തന്ന ജോലിയെ നമ്മളെ സമീപിച്ചത് അതേപോലെ സമീപിക്കാൻ പറയണം. അങ്ങനെ അവരും സമീപിക്കുമ്പോൾ അവരും സമൃദ്ധി നേടും. അങ്ങനെ കൂടുതൽ കൂടുതൽ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യാനും കൂടുതൽ കൂടുതൽ വലിയ വലിയ ജ്ഞാനങ്ങൾ നേടാനും കൂടുതൽ കൂടുതൽ വലിയ സമൃദ്ധികളും സമ്പത്തും നേടാനുമുള്ള ഒരു അവസരം നിങ്ങളിൽ വരുന്നതായിരിക്കും. അതിനൊപ്പം നിങ്ങളാൽ സന്തുഷ്ടരായ മനുഷ്യർ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. നിങ്ങൾ ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് തന്ന ജോലി നിങ്ങളുടെ താഴെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനായി വന്ന ആൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പകർന്നു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മുതലാളിയെ പോലെ, ഒരു ബൂർഷ്വാ മുതലാളിയെ പോലെ, ഞാൻ നിനക്ക് ഇത്ര പൈസ തന്നിട്ടുണ്ടല്ലോ, നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ മനസ്സ് വിഷമിക്കുകയും അതിൽ നിന്നും അവർ എടുക്കുന്ന തീരുമാനങ്ങൾ മോശമാവുകയും അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നുള്ള ദോഷങ്ങൾ മറ്റ് നമ്മളുടെ ജോലിയുടെ മറ്റ് ഭാഗങ്ങളിൽ പടരുകയും അങ്ങനെ ജോലി മൊത്തത്തിൽ സ്തംഭിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്.
ആഹ് അപ്പോ ഒരിക്കലും, അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സൃഷ്ടി, അതേപോലെ നിലനിൽപ്പ്, അതേപോലെ സംഹാരമാണ്. ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുന്നു, എല്ലാം ആ പ്രപഞ്ചം എന്നല്ല, എന്ത് ചെറിയ കാര്യങ്ങൾ എടുത്താലും അതിൽ ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അതായത് നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നമ്മളെ ചിന്തയിൽ നിന്നൊരു കാര്യം ചെയ്യാനായി തീരുമാനിക്കുന്നു, അതാണ് സൃഷ്ടി. നമ്മളത് ചെയ്യുന്നു. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ ജ്ഞാനം നേടുന്നുണ്ട്, അതാണ് നിലനിൽപ്പ്. അങ്ങനെ കുറെ ചെയ്യുമ്പോൾ അതിൽ കുറെ പ്രശ്നങ്ങൾ വരും, കുറെ തടസ്സങ്ങൾ വരും. അപ്പൊ ഈ തടസ്സങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള, ഈ തടസ്സങ്ങളിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ തടസ്സങ്ങൾ, ഇതൊക്കെ ആ തടസ്സങ്ങളുടെ കാരണങ്ങളും അതിന്റെ മൂല കാരണങ്ങളും മനസ്സിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ജോലി കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാനായി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും, പഠിച്ച് അത് ചെയ്യും, പിന്നെയും പ്രശ്നങ്ങൾ വരും, അതിൽ നിന്നും പഠിക്കും. അങ്ങനെ കൂടുതൽ 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 പഠിക്കുന്നതാണ് ഈ പ്രോസസ്സ്. ഈ ലോകത്ത് മൊത്തം ഇതാണ് നടക്കുന്നത്. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുന്നേ പറഞ്ഞ പോലെ, അതായത് ഒരു ഭാരം ചുമത്തി വെച്ച പോലെ ചെയ്യുകയോ ചെയ്യിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ സൃഷ്ടിയിലോട്ടും സംഹാരത്തിലോട്ടും പോകുന്നതായിരിക്കും. അങ്ങനെ ഇതിന്റെ പ്രതിഫലനങ്ങൾ, അതായത് അയ്യോ ഞാൻ പൈസ തന്നില്ലേ, ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും, അത് മോശമാവും. അത് മോശമാവുമ്പോൾ എന്താവും, പ്രകൃതി അല്ലാതെ തന്നെ തടസ്സങ്ങൾ തരുന്നുണ്ട്. അതിന്റെ കൂടെ ഈ മോശമായി ചെയ്ത തടസ്സവും കൂടെ വരുമ്പോൾ തടസ്സം ഇരട്ടിയായി, സംഹാരം ഇരട്ടിയായി, സംഹാരത്തിന് ഇരട്ടി ജോലിയായി. സംഹാരത്തിന് ഇരട്ടി ജോലിയായ എന്താവും, ഇത് സൈക്കിളാണല്ലോ, ഇതൊരു ചക്രമാണല്ലോ. അപ്പോ സൃഷ്ടിക്ക് ഇരട്ടിയായി. സൃഷ്ടിക്ക് ഇരട്ടി പ്രശ്നമായപ്പോ എന്തായി, ഇതിങ്ങനെ ഈ പ്രശ്നം വലുതായി 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 ഒരു സമയത്ത് നമ്മളുടെ ഇതൊരു വലിയൊരു പ്രശ്നമാവും. ആ പ്രശ്നത്തിൽ നിന്നും നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മളുടെ ഈ ചക്രം നശിച്ചു പോവും. അപ്പൊ അത് നശിച്ചു പോവാതിരിക്കാനായി ഞാൻ മുന്നേ പറഞ്ഞ ആശയം, അതായത് എന്ത് ജോലി കിട്ടിയാലും പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കാനും ആ ജ്ഞാനത്തിൽ നിന്ന് നമുക്ക് സന്തോഷവും സമൃദ്ധിയും തരാനായിട്ടാണ് ഓരോ കർത്തവ്യങ്ങളും നമ്മൾക്ക് തരുന്നതും. നമ്മൾ ഇനി ആർക്കെങ്കിലും കർത്തവ്യം കൊടുക്കുകയാണെങ്കിൽ ഇതേ ആശയം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആ കർത്തവ്യം കൊടുത്താൽ ലോകം മൊത്തം സമൃദ്ധിയും സമാധാനവും സന്തോഷവും ജ്ഞാനവും സൃഷ്ടിക്കപ്പെടും. നമോ നാരായണ.